നാളെ വയനാട് ജില്ലയിൽ UDF, LDF, BJP ഹർത്താലിന് ആഹ്വാനം ചെയ്തു. വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവനുകൾ നഷ്ടമാകുന്ന സാഹചര്യത്തിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ടാണ് LDFും UDFും BJPയും ശനിയാഴ്ച ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വയനാട്ടിൽ ഒരാഴ്ചക്കിടെ രണ്ടാമത്തെയും 20 ദിവസത്തിനിടെ മൂന്നാമത്തെയും ജീവനാണ് വന്യമൃഗ ആക്രമണത്തിൽ നഷ്ടപ്പെടുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ പൊഴിഞ്ഞത് 4 ജീവനുകളാണ്. പല സമയങ്ങളിലും വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും ഭാഗ്യം കൊണ്ടാണ് പല ആളുകളും കഷ്ടിച്ച് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഒരു മാസം മുമ്പാണ് ക്ഷീരകർഷകനെ കടുവ കൊന്ന് ഭക്ഷിച്ചത്. കാട്ടാനയുടെ ആക്രമണത്തിൽ 17 ദിവസത്തിനിടെ 3 പേർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ വന്യമൃഗ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് വയനാട് LDF ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കുറുവ ദ്വീപിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പക്കം സ്വദേശി VP പോളാണ് ഇന്ന് മരിച്ചത്. ഇദ്ദേഹം കുറുവ ദ്വീപിലെ വനംവകുപ്പ് ജീവനക്കാരനാണ്. കാട്ടാനയുടെ ആക്രമണത്തിൽ നട്ടെല്ലിനും വാരിയെല്ലിനും പരിക്കേറ്റ പോളിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ഇന്ന് രാവിലെയാണ് പോളിനെ കാട്ടാന ആക്രമിച്ചത്. വിദഗ്ധ ചികിത്സക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ വൈകി എന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. അടിയന്തരമായി എയർ ആംബുലൻസായി ഉപയോഗിക്കേണ്ട മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ എത്തിക്കും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും പിന്നീടത് ഒഴിവാക്കി. ഇതും ചികിത്സ വൈകാൻ ഇടയാക്കി. ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും വയനാട് ജില്ലയിൽ നാളെ നടത്താനിരുന്ന PSC പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. PSC അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത്. മദ്രസ പൊതുപരീക്ഷകൾക്കും മാറ്റമില്ല. എന്നാൽ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാനിടയില്ല. രോഷാകുലരായിട്ടുള്ള നാട്ടുകാർ ഇന്ന് റോഡുകൾ ഉപരോധിച്ചിരുന്നു. നാളെയും വാഹനങ്ങൾ തടയും, സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും ചെയ്യും. വാച്ചറുടെ മരണത്തിൽ ദുഃഖമുണ്ട് എന്നും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. വയനാട്ടിലുള്ള മനുഷ്യരുടെ ജീവന് വിലയില്ലേ എന്നും മാനന്തവാടിയിൽ വേണ്ട ചികിത്സ കിട്ടിയില്ല എന്നും കോഴിക്കോട്ടേക്ക് ചികിത്സക്കായി കൊണ്ടുപോകാൻ വൈകിയതുകൊണ്ടാണ് മരണം സംഭവിച്ചത് എന്ന പരാതിയുമായി പോളിന്റെ മകൾ രംഗത്ത് വന്നു.